കൊല കൊലയായിട്ട് ഇങ്ങനെ മറ്റൊരു നാരകമാണ്. ഇതിന്റെ പേര് ഇത് ഒടിച്ചുകൂത്തി നാരകമാണ്. പണ്ട് നമുക്ക് ഇവിടെ ഉണ്ടായിരുന്നു. ഇതിന്റെ കമ്പ് ഒടിച്ചു കൂത്തിയാ കിളിക്കും. വലിയ പരിചയം. ഞാൻ ഇടുക്കി വെള്ളത്തൂൽ പഞ്ചായത്തിലെ എൽക്കുന്ന് ഗ്രാമത്തിലാണ്. ധാരാളം പച്ചക്കറികളും അതോടൊപ്പം തന്നെ കിഴങ്ങുവർഗ്ഗ വിളകളൊക്കെ കൃഷി ചെയ്യുന്ന ആട്ടപ്പറമ്പിൽ ജോർജേട്ടന്റെ അരികിലാണ്. ജോർജേട്ട, ഈ നാരകത്തിന് എന്തോ പ്രത്യേകത ഉണ്ടല്ലോ? ഇത് സീഡ്ലെസ് ആണ്. ചെറുനാരകമാണെങ്കിലും സീഡ്ലെസ് ആണ്. അത് നല്ല രുചികരമാണ്. നീരും ധാരാളം ഉണ്ട്. ഒരെണ്ണം പറിച്ച ഒരു 4-5 ഗ്ലാസ് വെള്ളം കിട്ടും. ഇതിപ്പോ എത്ര പ്രായമായത്? ഇതിപ്പോ 1 വർഷമായുള്ളൂ. ഇത് പഴുത്തു തുടങ്ങിയല്ലോ? ഇത് പഴുത്തു തുടങ്ങിയിട്ടുണ്ട്. ഇത് റോഡ് വക്കിലെ ഒരു മനോഹരമായ കാഴ്ച കൂടിയിട്ടാണല്ലേ? നല്ല പോകുന്നവരൊക്കെ ശ്രദ്ധിക്കാൻ നല്ല മണമുണ്ട്. ശരി. ഒരെണ്ണം നല്ല പുളിയുള്ളതാണെന്ന് തോന്നുന്നു. നല്ല പുളിയുണ്ട്. വേറെ നാരകം ഉണ്ടോ അങ്ങേക്ക്? എനിക്ക് വേറെ ഇതുണ്ട്, ഒടിച്ചുകുത്തി സീഡ്ലെസ്. അതിന്റെ വേറൊരു വെറൈറ്റി ഉണ്ട്. ഇല വേറൊരു രീതിയിലാകുന്ന ഒരു വെറൈറ്റിയും കൂടെ ഉണ്ട്. ഇതൊക്കെ കൃഷിഭവൻ തന്നാ. ഇതൊക്കെ വെള്ളത്തൂൽ കൃഷിഭവനിൽ നിന്ന് കിട്ടിയതാ. ഇത് കൊല കൊലയായിട്ട് ഇങ്ങനെ മറ്റൊരു നാരകമാണ്. ഇതിന്റെ പേര് ഇത് ഒടിച്ചുകൂത്തി നാരകമാണ്. പണ്ട് നമുക്ക് ഇവിടെ ഉണ്ടായിരുന്നു. ഇതിന്റെ കമ്പ് ഒടിച്ചു കൂത്തിയാ കിളിക്കും. വലിയ പരിചരണമൊന്നും വേണ്ട. കമ്പ് നട്ടാ മതി. വെറുതെ കമ്പ് മഴക്കാലത്തൊന്ന് മേടിച്ച് എവിടെ കുത്തിയാലും കിളിക്കും. എത്ര നാളോട്ട് കായ്ക്കും? ഇത് 1 വർഷം കായ്ക്കും. ഇതിപ്പോ ഒരു 8 വർഷം പഴക്കമുള്ള നാരകമാണ്. എല്ലാ വർഷവും ഇതേപോലെ എല്ലാ വർഷവും ഇതുപോലെ അച്ചാറിടാൻ നല്ലതാണ്. അപ്പുറത്തും ഉണ്ട്. പിഴിയാനും നല്ലതാണ്. ഇതിന്റെ അകത്തുള്ളതൊക്കെ നാരകമാണ്. മാത്രമല്ല ഇത് പല പ്രായത്തിലുള്ളത് ഉണ്ടാവുന്നുണ്ട്. എപ്പോഴും ഉണ്ട്. എല്ലാ സമയത്തും ഉണ്ട്. അതും നാരകമാണ്. ഇവിടെ ഉണ്ട്. എല്ലാം കൊലയായിട്ടുണ്ടാവും. ഒരു കൊലയിൽ 10-20 വീതം. ചെറുനാരകമുണ്ട്, ഒടിച്ചുകുത്തി നാരകമുണ്ട്. പിന്നെ വേറൊരു ഇത് വേറൊരു ടൈപ്പാണ് അല്ലേ? ഇത് കായ്ച്ചതാണോ? ഇത് കായ്ച്ച നിറച്ച് കായ ഉണ്ടാവും. ഇപ്പൊ ഇത് നിറച്ച് പൂത്ത് നിൽക്കുക. ഇതുകൊണ്ട് ഇതെല്ലാം പൂവാ. മറ്റു 2 നാരകങ്ങളിൽ വ്യത്യസ്തമായിട്ട് ഇത് വ്യത്യസ്തമായിട്ടാണ്. ഇതിനകത്ത് സീഡുണ്ട്. പക്ഷേ മാംസളമാണ്. ശരി. അച്ചാറിടാൻ ഏറ്റവും നല്ലതാണ്. ഇതും കൃഷിഭവനിൽ നിന്ന് കിട്ടിയത്. ഇതിന്റെ ഇടയ്ക്ക് ഒരു പ്രത്യേകത ഉള്ളതുകൊണ്ട്. ഇത് മാത്രമല്ല ഒരു പാൽപാത്രത്തിലാണ്. ഇത് പഴയ നമ്മുടെ ഓർമ്മയാണ്. പണ്ട് ഞങ്ങൾ ഒരു 70 ലിറ്റർ പാല് വീതം 14 വർഷം കൊടുത്തു. ശരി. അതിന്റെ ഓർമ്മയായിട്ട് 2018 പ്രളയം വന്നപ്പോ ഇടിഞ്ഞു പോയതായിരുന്നു. അപ്പൊ അത് വളരാനുള്ള വേരുകൾ ഉണ്ട്. കുഴപ്പമില്ല. ഇത് ഞാൻ വേറെ ആക്കിയിട്ടുണ്ട്. സാറിന് വേണമെങ്കിൽ ഇതിന്റെ തൈ ഞാൻ തന്നുവിടാം. തൈയുണ്ടോ? തൈ ഞാൻ ആക്കാം. തൈ ഉണ്ട്. ഇപ്പൊ ഞാൻ അപ്പുറത്ത് കാണിക്കാം. ശരി. ഇത് അതിന്റെ തൈകളാണ്. ഇത് എത്ര തൈയുണ്ട്? ഇതൊരു 10-20 തൈ ഉണ്ട്. ഇതാ പാൽപാത്രത്തിനകത്ത് വെച്ച അതിന്റെ ആ ക്ഷീണമാണ്. ഇത് പുറത്ത് വെച്ചപ്പോ നല്ല ഇതായി വളർന്നുണ്ട്. ഇപ്പൊ പലതരത്തിലുള്ള നാരകം ഉണ്ടെങ്കിൽ ഇത് കൂടാതെ വേറെ ടൈപ്പ് ഉണ്ടോ? ഇതെനിക്ക് ഒരു ഒടിച്ചുകൂത്തി ഇനി അവിടെ വെപ്പുണ്ട്. അതിലിപ്പോ കായില്ല.